ഇന്നത്തെ വീഡിയോ റിയൽ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. ക്ലാസ് 10ലെ റിയൽ നമ്പേഴ്സ് ചാപ്റ്റർ 1. So in the introduction we have seen that real numbers and irrational numbers. So before that നമുക്ക് ഈ നമ്പേഴ്സിനെ കുറിച്ചിട്ടൊന്ന് റീകോൾ ചെയ്യാം. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. സ്റ്റാർട്ടിങ് ഫ്രം 1, 1, 2, 3, 4 എക്സെട്ര. സോ വോൾ നമ്പേഴ്സിലാണ് 0 ഉള്ളത്. സീറോയും നാച്ചുറൽ നമ്പേഴ്സും കൂടി ചേർന്ന സെറ്റിനെയാണ് വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വോൾ നമ്പേഴ്സ്? 0, പിന്നെ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 എക്സെട്ര. അപ്പോൾ അടുത്തത് ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സിലാണ് പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും സീറോയും എല്ലാം നമ്മുടെ ഇൻറ്റീജേഴ്സിലാണ് വരുന്നത്. -2, -1, 0 and the natural numbers 1, 2, 3 etc. അടുത്തത് റാഷണൽ നമ്പേഴ്സ്. അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാ. അതായത് പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയിരിക്കും, Q not equal to 0. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. So the numbers that can be written as a fraction P/Q where Q not equal to 0. Q 0 ആവാൻ പാടില്ല. പിയും ക്യൂവും ഇൻറ്റീജേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ 1/2, -3/4, 0.75, 2 എക്സെട്ര. അപ്പൊ ഇൻറ്റീജേഴ്സും റാഷണൽ നമ്പേഴ്സിൽ വിടും. നമ്മുടെ എല്ലാ ഇതിനു മുന്നേ പഠിച്ച നാച്ചുറൽ നമ്പേഴ്സും വോൾ നമ്പേഴ്സും ഇൻറ്റീജേഴ്സും എല്ലാം ഈ റാഷണൽ നമ്പേഴ്സിൽ വിടും. ഇപ്പോൾ നമ്മളൊരു നമ്പർ നാച്ചുറൽ നമ്പർ എടുക്കുകയാണ് 3 എന്ന് എടുക്കുകയാണെങ്കിൽ 3നെ നമുക്ക് 3/1 എന്ന് എഴുതാം. സോ നാച്ചുറൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സിൽ പെടും. അടുത്തത് ഇപ്പൊ നമ്മള് 0 എടുക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, സീറോനെ ഒരു റാഷണൽ നമ്പർ ആയിട്ട് എഴുതാൻ പറ്റുമോ? കാരണം P/Q ഫോമിൽ 0നെ എഴുതാൻ പറ്റുമോ എന്ന് എഴുതാൻ പറ്റും. അതായത് 0/1 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ ആണ്. ആൻഡ് 1 ഈസ് ഓൾസോ ഇൻറ്റീജർ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെ ഒരു ഫോമിൽ എഴുതാം. അപ്പൊ 0/1 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് അതിന്റെ ആൻസർ വരുന്നത്. 0 × 1/1 അങ്ങനെ എഴുതാം ഇല്ലേ? 0 × 1 0 തന്നെയാണ്. റിട്ടൺ ആസ് 0 × 1/1. സോ ദ ആൻസർ ഈസ് 0. അപ്പൊ നമുക്ക് സീറോനെയും 0/1 എന്ന ഫോമിൽ, അതായത് P/Q ഫോമിൽ എഴുതാൻ സാധിക്കും. സോ 0/1, 0 ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. അതുപോലെ -4/2 or 3 which is also a rational number. അതുപോലെ ഡെസിമൽ വാല്യൂസ് വരുന്ന നമ്പേഴ്സ് 0.75, 0.522 അങ്ങനെയുള്ള നമ്പേഴ്സിനെയും റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഇതിലൊന്നും പെടാത്ത കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അതായത് √2 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഇൻറ്റീജർ അല്ലെ. √2, √3 ഇതൊന്നും ഇൻറ്റീജേഴ്സിൽ പെടുന്ന നമ്പേഴ്സ് അല്ല. അതുപോലെ റെക്കറിങ് നമ്പേഴ്സ് ഉണ്ട്, നോൺ സ്റ്റോപ്പിംഗ് ആയിട്ട് റെക്കർ ചെയ്ത് വരുന്ന നമ്പേഴ്സ്, നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ്. അതായത് 1, 3, 1, 3, 1, 3 അങ്ങനെ വരുന്ന റെക്കറിംഗ് നമ്പേഴ്സ്. So the irrational numbers are numbers which cannot be written as a fraction. For example, √2, പിന്നെ pi, the value of pi, and e എന്ന് പറഞ്ഞാൽ approximate value is 2.7182 അങ്ങനെ പോകും. സോ ദ യൂളർ നമ്പർ എന്നാണ് പറയുന്നത്. യൂളേഴ്സ് നമ്പറിന് ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഉണ്ട് മാത്തമാറ്റിക്സിൽ. നമുക്ക് ഹയർ സ്റ്റഡീസിലൊക്കെ കാണാം. പിന്നെ വരുന്നത് നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് ആണ്. അതായത് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുന്ന നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സിൽ വിടും.
ഇനി നമ്മുടെ ഈ എല്ലാ നമ്പർ സിസ്റ്റം, അതായത് നാച്ചുറൽ നമ്പേഴ്സ്, വോൾ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്, അങ്ങനെ എല്ലാ നമ്പേഴ്സിനും ഒരുമിച്ചുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ റിയൽ നമ്പേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ ആർ. എല്ലാ നമ്പേഴ്സും, അതായത് ഓൾ നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ ഇൻക്ലൂഡ്സ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. ഈ ഒരു നമ്പേഴ്സിനെയാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി നാച്ചുറൽ നമ്പേഴ്സിൽ 1, 2, 3 എക്സെട്ര അങ്ങനെ കൗണ്ട് ചെയ്യണ നമ്പേഴ്സ് ആണ്. അപ്പൊ അതിൽ 0 ഇല്ല. അപ്പൊ 0യും കൂടി ആഡ് ചെയ്തിട്ടുള്ള നമ്പർ ആണ് ആര്? whole numbers. whole numbers is represented by W. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നത് whole number ആണ്. സോ ഇൻഡിജേഴ്സിൽ നെഗറ്റീവ് നമ്പേഴ്സും പെടും. 0, 1, 2, 3. റാഷണൽ നമ്പേഴ്സിൽ എന്തായിരുന്നു? P/Q ഫോമിൽ എഴുതുന്ന നമ്പേഴ്സ് ആണ് Q not equal to 0, where P and Q are integers. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ √2, √3 എക്സെട്ര, പിന്നെ 0.1, 2, 3 എക്സെട്ര, അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി സോ ദ നെക്സ്റ്റ് വൺ ഈസ് റിയൽ നമ്പേഴ്സ്. ഇത് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതത്തിനെ കുറിച്ചാണ്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഡിവിഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ 7 എന്ന നമ്പറിനെ നമ്മൾ ഡിവിഷൻ ചെയ്യാണ്. 7നെ നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, സോ വി ടേക്ക് 2 integers 7 and 2. 7നെ നമ്മൾ ഡിവൈഡ് ചെയ്തു. 7നെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 1 കിട്ടി അല്ലെ? 2 അല്ല അതിൽ. അപ്പൊ 1 കിട്ടി. 1 എന്ന് പറയുന്ന നമ്പർ എപ്പോഴും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന 2വിനേക്കാളും ലെസ് ആയിരിക്കും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതത്തിൽ പറയുന്നത്. അതായത് any positive integer a can be divided by another positive integer b in such a way that it leaves a remainder r that is smaller than b, which is smaller than b. എപ്പോഴും ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനേക്കാളും ചെറിയ നമ്പർ ആയിരിക്കും നമ്മുടെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതത്തിൽ പറയുന്ന. ഇനി ഇത് തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയുന്നതാണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്നത്. അതായത് ഒരു നമ്പർ എനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, ബി എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എ ക്യാൻ ബി റിട്ടൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 numbers, ലൈക്ക് ക്യൂ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ആ ക്യൂ ഇൻറ്റു ബി കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. സോ ക്യൂ ഇൻറ്റു ബി പ്ലസ് ഒരു റിമൈൻഡർ വന്നു, ആർ എന്ന് വന്നു. ഈ ആറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആർ എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ 0 ആയിരിക്കും ആറ്. അപ്പൊ ഒന്നില്ലെങ്കിൽ 6 0 ആയിരിക്കും, അല്ലെങ്കിൽ 0ന് മുകളിലുള്ള ഒരു നമ്പർ ആയിരിക്കും. ഈസ് ഓൾസോ ലെസ് ദാൻ ബി. സോ റിമൈൻഡർ വരുന്ന നമ്പർ എപ്പോഴും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി ആയിരിക്കും. അടുത്ത ഒരു കാര്യം പറയുന്നത് ഇൻട്രൊഡക്ഷനിൽ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിതമാറ്റിക് ആണ്. അതായത് എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിതമാറ്റിക് പറയുന്നത്? ഇപ്പൊ ഒരു നമ്പർ, ഏതെങ്കിലും ഒരു ഇന്റീജർ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു നമ്പർ എടുത്തു, 2 എടുത്തു, അല്ലെങ്കിൽ 6 എന്ന് പറഞ്ഞ ഒരു നമ്പർ എടുത്തു. നമുക്ക് 2 നമ്പേഴ്സ് എടുക്കാം. അപ്പോൾ ഒരു ഇന്റീജർ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ ആ നമ്പർ ഒന്നില്ലെങ്കിൽ പ്രൈം ആയിരിക്കും. 2 എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് അല്ല. അപ്പൊ 3 ആണ് എടുക്കണതെന്ന് വെച്ചാൽ 3 ഈസ് ഓൾസോ എ പ്രൈം, 5 ഓൾസോ എ പ്രൈം നമ്പർ. അപ്പൊ ഏതൊരു ഇന്റീജർ എടുത്താലും ആ നമ്പർ ഒന്നില്ലെങ്കിൽ പ്രൈം ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ 6 എടുത്തു, വിച്ച് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ആ നമ്പറിനെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതാം. അതായത് 2 into 3 ആണ് 6. സോ 2 പ്രൈംസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്കൊരു നമ്പർ, അതായത് 6നെ നമുക്ക് റെപ്രസെന്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏതൊരു ഇന്റീജർ എടുത്താലും ഒന്നില്ലെങ്കിൽ അത് പ്രൈം ആയിരിക്കും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആയിരിക്കും.
അപ്പോൾ ഈ ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൽ പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചാണ് ഇനി നമ്മൾ അടുത്തത് ഡീൽ ചെയ്യാൻ പോകുന്നത്. റിയൽ നമ്പർ സിസ്റ്റത്തില് എല്ലാ നമ്പേഴ്സും വരുമല്ലോ, ഇറാഷണലും വരും, റാഷണൽസും വരും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഈ അരിത്തമെറ്റിക് ഫണ്ടമെന്റൽ തിയറം റെപ്രസെന്റേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1.2 തന്നിരിക്കുന്നത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക് ആണ്. അതിൽ നമുക്ക് ഒരു എനി നാച്ചുറൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇഫ് യു ടേക്ക് 2, it can be write as 2 into 1, and 4 can be write as 2 into 2, that we can write it as 2 raised to 2 power 2. ഇനി ഒരു നമ്പർ തന്നിരിക്കുന്നത് 253. 253 എങ്ങനെ എഴുതാം? 11 into 23. ഈ 11ഉം 23യും പ്രൈംസ് ആണ്. സോ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. 2, 3, 7, 11 and 23. ഈ ഒരു നമ്പേഴ്സ്, കളക്ഷൻ ഓഫ് പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാം അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ഇവിടെ 7, 11, 23 വെച്ചിട്ട് 1771 ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് 2, 3 എല്ലാം ആഡ് ചെയ്തു, എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു നമ്പർ കിട്ടി. അതിന്റെ പ്രോഡക്റ്റ് വരുന്നത് 10,626 ആണ്. ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, ഏത് പ്രൈം നമ്പറിനെ റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2നെ റിപ്പീറ്റ് ചെയ്തു, 2 സ്ക്വയർ ആക്കി, പിന്നെ ബാക്കി എല്ലാ പ്രൈംസും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് 21,252 കിട്ടി. ഇനി 2 എടുത്തിട്ടില്ല, 2 എന്ന് പറഞ്ഞ പ്രൈം നമ്മൾ 2നെ മിസ് ചെയ്തിട്ട് ബാക്കി 3, 7, 11, 23 വെച്ചിട്ട് ഒരു നമ്പർ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു. ഇനി 2 നമ്മൾ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്, 3 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 7 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് 3 ടൈംസ്, ആൻഡ് 3 റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ 2, 3, 7 വെച്ചിട്ട് ഒരു നമ്പർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രൈംസിൽ ഏതൊക്കെ ആഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു നമ്പേഴ്സിന്റെ യുണീക്നെസ് ആണ് പറയുന്നത്. അതായത് ഒരു നമ്പറിനെ യുണീക്ക് ആയിട്ട് ഇത്ര പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ടാണ് നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. അതില് വേറൊരു നമ്പറും മാറ്റാനും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നമ്മളൊരു 21 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് 3 into 7 എന്ന നമ്പറിൽ എന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാത്രമാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. വേറെ ഒരു പ്രൈമിന്റെ പ്രൊഡക്റ്റ് ആയിട്ടും 21നെ എഴുതാൻ സാധിക്കില്ല. 50 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുകയാണെങ്കിൽ 50നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 25. 25നെ അഗെയിൻ 5 into 5. സോ ദ ഫാക്ടർ ഈസ് 2ഉം 5ഉം ആണ് അതിന്റെ ഫാക്ടേഴ്സ് വരുന്നത്. So 2 into 5 raised to 2 is the factorization of 50. 2 into 25 എന്ന് എഴുതാം, പക്ഷെ 25 is not a prime. അതാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗം പഠിക്കാം. ഇവിടെ ഒരു വലിയൊരു നമ്പറിനെ ഫാക്ടറൈസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സ് തന്നിട്ടുണ്ട്. അതായത് 32,760 എന്ന നമ്പറിനെ ഫാക്ടറൈസ് ചെയ്തിരിക്കുകയാണ്. 2 കൊണ്ടാണ് ആദ്യം ചെയ്തത്. അപ്പൊ നമുക്ക് ഈ ഒരു നമ്പർ കിട്ടി. അപ്പൊ ലാസ്റ്റ് 0 ആണ്. 0 വരുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി 2 വെച്ചിട്ട് തന്നെ അടുത്തത് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഈ ഒരു നമ്പർ കിട്ടി. ഈ ഒരു നമ്പറിനെ നമുക്ക് 5 ലാസ്റ്റ് വരുന്നത് 5 ആണ്. സോ 5 വരുന്നത് 15ഉം 25 അല്ലെങ്കിൽ അപ്പോ 5 ആയിരിക്കും ഒരു ഫാക്ടർ വരാ, അല്ലെങ്കിൽ 3 into 5 അല്ലേ, അപ്പൊ ഒരു 3 ആയിരിക്കും നെക്സ്റ്റ് ഫാക്ടർ വരാ. അപ്പൊ 5 വരുമ്പോ എപ്പോഴും ഒന്നില്ലെങ്കിൽ 5 അല്ലെങ്കിൽ 3 കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 3 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്പർ കിട്ടുന്നുണ്ട്. 136765 കിട്ടി. അഗെയിൻ 5 വന്നു. 5 വെച്ച് ചെയ്യുമ്പോൾ 5 വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് 3 കൊണ്ട് തന്നെ ചെയ്തു. 3 വെച്ച് ചെയ്ത് നമുക്ക് ലാസ്റ്റ് അങ്ങനെ ഫാക്ടറൈസ് ചെയ്തു. ലാസ്റ്റ് 7ഉം 13ഉം വന്നു, വിച്ച് ഈസ് ഓൾസോ പ്രൈംസ് ആണ്. പിന്നെ വേറെ ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് എഴുതുക? ഫസ്റ്റ് നമ്മൾ സ്മോൾ നമ്പർ ഏതെടുക്കുക? 2 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യമുണ്ട്?
1 2 3. So 3 പ്രാവശ്യം ഉണ്ട്. So 2 the power 3 multiplied by ഇനി 3യുടെ പവർ എത്രയാ 2 3 സ്ക്വയർ ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ 5 5 ഒരു പ്രാവശ്യമുള്ളൂ പവർ 1 ആയിരിക്കും. പിന്നെ 7 ഒരു പ്രാവശ്യമുള്ളൂ പവർ 1 ആണ്. പിന്നെ 13ന്റെ പവറും 1 ആണ്. അപ്പൊ ഈ ഒരു 32,760 എന്ന് പറഞ്ഞ നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ്. The number 32,760 is written as 2 raised to 3 into 3 raised to 2 and multiplied by 5 into multiplied by 7 and 13 as a product of powers of primes. 1 2 3 4 5 6 7 8 9. അപ്പോൾ ഈ ഒരു നമ്പറിനെ നമുക്ക് അതായത് 1 തൊട്ട് 9 വരെ എഴുതിയിരിക്കുകയെന്ന് ആ ഒരു നമ്പറിനെ നമ്മൾ പ്രൈംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ആൻസർ വരുന്നത് ഇതാണ്. അതായത് 3 സ്ക്വയർ 3 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അടുത്ത 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബിഗ് നമ്പേഴ്സ് ആണ്. 3803യും 3607. ഈ 2 നമ്പേഴ്സും പ്രൈം ആണ്, കോമ്പോസിറ്റ് നമ്പർ അല്ല. അത് പ്രൈംസ് ആണ്. ഇപ്പം നമ്മൾ മുന്നേ കോമ്പോസിറ്റ് നമ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോമ്പോസിറ്റ് നമ്പർ എന്നാൽ എന്താ? സോ കോമ്പോസിറ്റ് നമ്പർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ 1 ദാറ്റ് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടേഴ്സിനേക്കാളും കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള നമ്പറിനെയാണ് കോമ്പോസിറ്റ് നമ്പർ പറയുന്നത്. നമ്പേഴ്സ് ഉള്ള പോസിറ്റീവ് ഇൻറ്റീജർ ആണ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. 4നെ നമുക്ക് 2 into 2 എന്ന് എഴുതാൻ സാധിക്കും. മോർ ദാൻ 2 ഫാക്ടേഴ്സ് അതിൽ ഇൻറ്റു 1 വരും. സോ മോർ ദാൻ 2 ഫാക്ടേഴ്സ് ആണ് 4ൽ വരുന്നത്. 2 എന്ന് പറയുന്ന നമ്പറിന് എങ്ങനെയാ 2 into 1 എന്ന് മാത്രമാണ് എഴുതാൻ പറ്റുക. സോ ഫാക്ടേഴ്സ് ആർ 2. നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് അല്ല പറയുന്ന, ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. സോ 2 into 1 വരും. 2 എന്ന് പറയുമ്പോൾ 2 ഫാക്ടേഴ്സ് ഉള്ളൂ. മോർ ദാൻ 2 ഉണ്ടാവുമ്പോഴാണ് അത് കോമ്പോസിറ്റ് നമ്പർ ആവുന്നത്. അപ്പൊ 4 ഈസ് ദ സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ. 6 എങ്ങനെ എഴുതാം? 6നെ നമുക്ക് 1 into 2 into 3 എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് ഇതൊരു 6 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇപ്പോ 9നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 into 3 into 3 എന്ന രീതിയിൽ എഴുതാം, വിച്ച് ഈസ് ഓൾസോ എ കോമ്പോസിറ്റ് നമ്പർ. 10നെ എങ്ങനെ എഴുതാം? 1 into 2 into 5. It is also a composite number. But ഏറ്റവും smallest composite number is 4 and the factors are more than 2 ആയിരിക്കണം. 1 is also a factor of every number, every integer. So 1ഉം അതിന്റെ ഫാക്ടർ ആണ്. 1ഉം ആ നമ്പറും അല്ലാതെ വേറെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ടെങ്കിൽ അപ്പൊ ആ ഒരു നമ്പറിന് നമുക്ക് കോമ്പോസിറ്റ് വരാം. ഇപ്പൊ 2 എടുക്കുകയാണെങ്കിൽ 2ല് 2ഉം 1ഉം മാത്രമാണ് അതിന്റെ ഫാക്ടേഴ്സ് വരുന്നുള്ളൂ. സോ നമ്പർ ഇറ്റ് സെൽഫ് ആൻഡ് 1. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്താ പറയാ? പ്രൈംസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതൊരു കോമ്പോസിറ്റ് നമ്പർ അല്ല. മനസ്സിലായ? 2 ഫാക്ടേഴ്സ് വരുന്നുള്ളൂ. 2 ഫാക്ടേഴ്സ് അല്ല, അതിന് കൂടുതൽ ഉണ്ടാവണം. 2നും മുകളിൽ ഫാക്ടർ വരുമ്പോഴാണ് കോമ്പോസിറ്റ് നമ്പർ എന്നാണ്. സോ this statement, അതായത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കലി പറയുന്നത് every composite number can be written as the product of powers of primes. Fundamental theorem of arithmetic, every composite number can be expressed as a product of primes and this factorization is unique apart from the order in which the prime factors occurs. കാൾ ഫെഡറിക് ഗോസിനെ കുറിച്ചിട്ടൊക്കെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ നമ്മൾ പ്രിൻസ് ഓഫ് മാത്തമാറ്റീഷ്യൻസ് എന്നാണ് പറയുന്നത്. അത്രയും കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട് മാത്തമാറ്റിക്സിൽ.
and one of the three greatest mathematicians ആണ്, അതായത് ആർക്കിമിഡീസും ന്യൂട്ടനും കഴിഞ്ഞ നെക്സ്റ്റ് വൺ ഈസ് കാൾ ഫ്രെഡറിക് ഗോസ്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിതമാറ്റിക്കിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഒരു പാരഗ്രാഫിൽ വീണ്ടും പറയുന്നത്. അതായത് ഇറ്റ് സേസ് ദാറ്റ് ഗിവൺ എനി കോമ്പോസിറ്റ് നമ്പർ ഇറ്റ് ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ഇൻ എ യൂണീക് വേ എക്സെപ്റ്റ് ഫോർ ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഒക്കേഴ്സ്. അതായത് നമുക്ക് ഈ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കാം. ഇത് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിൽ എഴുതാം. 2 into 3 into 5 into 7 എന്ന് എഴുതാം. 3 into 5 into 7 into 2 എന്ന് എഴുതാം. ഏത് ഓർഡറിൽ എഴുതിയാലും the result is same. So the prime factorization of a natural number is unique except for the order of its factors. So in general, given a composite number x, we factorize it as x equal to p1, p2, p3, etc. pn, where p1, p2, p3, etc. pn are primes and written in ascending order. That is, p1 is less than or equal to p2, less than or equal to p3, etc. less than or equal to pn. If we combine the same primes, we will get powers of primes. For example, നമ്മൾ മുൻ ചെയ്തത് 32,760 എന്ന നമ്പറിനെ അതിൻ്റെ ഫാക്ടറൈസേഷൻ എഴുതി. 2 into 2 into 2 3 പ്രാവശ്യം, ആൻഡ് 3 അത് 2 പ്രാവശ്യമുണ്ട്, 5 ഒരു പ്രാവശ്യമുണ്ട്, 7 ഒരു പ്രാവശ്യമുണ്ട്. അപ്പം അതിനെ പവേഴ്സിലാക്കി എഴുതുമ്പോൾ 2 raised to 3 ആൻഡ് നെക്സ്റ്റ് നമ്പർ, അതായത് ഇവിടെ 2 ആണ്. 2 ലെസ് ദാൻ 3 ലെസ് ദാൻ 5 ലെസ് ദാൻ 7 ലെസ് ദാൻ 30. സോ ആ ഓർഡറിൽ നമ്മൾ p1, p2, എക്സെട്ര pn എഴുതുന്ന പോലെ 2 raised to 3, 3 raised to 2 and 5, 7, 30 അങ്ങനെ എഴുതാം. Once we have decided that the order will be ascending, then the way the number is factorized is unique.